നിങ്ങളുടെ തലവേദന സൈനസൈറ്റിസ് കാരണമുള്ള തലവേദനയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. സാധാരണയായിട്ടും മൈഗ്രെയിൻ തലവേദനയും ക്രോണിക് സൈനസൈറ്റിസും തലവേദനയും എല്ലാം ആളുകൾക്കും ഡോക്ടർമാർക്കും പോലും മാറിപ്പോകാറുണ്ട്. ഇത്തരത്തിൽ മിസ്ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കേസുകൾ നമ്മൾ കൃത്യമായിട്ട് കേസ് ടേക്കിങ്ങിലൂടെ ഇത് കണ്ടുപിടിക്കുകയും ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും ഇത് രോഗനിർണയം നടത്തി ചികിത്സിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ ആണെന്ന് കരുതിയിരിക്കുന്നവരൊക്കെ ആഹ്ലാദിച്ചുകൊണ്ട് ഈ അസുഖം മാറി എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് നമ്മുടെ അനുഭവമാണ്. സൈനസൈറ്റിസ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് ചില കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒന്നാമതായിട്ട് നിങ്ങളുടെ തലവേദന കുനിഞ്ഞു നിവരുമ്പോൾ കൂടുകയോ അതല്ലെങ്കിൽ കുനിഞ്ഞെഴുന്നേൽക്കുമ്പോൾ തലവേദന പോലത്തെ അല്ലെങ്കിൽ തലയിൽ ഒരു ആന്തൽ പോലത്തെ പ്രശ്നങ്ങൾ തോന്നുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങളുടെ വേദന കണ്ണിന് താഴേക്ക്, അതായത് കവിളിന്റെ ഈ ഭാഗത്തേക്ക് അതല്ലെങ്കിൽ മുഖത്തിന്റെ ഒരു വശത്തേക്ക് വൺ സൈഡഡ് ആയിട്ടോ രണ്ട് സൈഡുമായിട്ടോ നിങ്ങൾക്ക് വേദനകൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട് കഴുത്തിലേക്ക് നീർക്കെട്ട് പോലെ ഒരുപക്ഷെ എണ്ണ തേച്ച് കുളിച്ചതിന് ശേഷമോ തല വേർത്തതിന് ശേഷമോ ജോഗിംഗ് ഡാൻസിംഗ് പോലെ ശരീരം ഇളകിയതിനു ശേഷം തലവേദന വരികയോ തലവേദന കൂടുകയോ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതെല്ലാം സൈനസൈറ്റിസ് ഹെഡേക്കിന് മൈഗ്രെയിനിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കാരണങ്ങളാണ്. ഇതോടൊപ്പം തന്നെ തണുത്തത് കഴിക്കുമ്പോൾ ഒരുപക്ഷെ ഐസ്ക്രീമോ തണുത്ത മിൽക്ക് ഷേക്കോ മറ്റോ വലിച്ചു കുടിക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു മുഖത്തും തലയുടെ ഈ ഭാഗത്ത് നിന്നും പോകുന്ന ഒരു തരിപ്പ് പോലത്തെ അല്ലെങ്കിൽ ഒരു മിന്നായം പോലത്തെ ഒരു വേദന വരുന്നതും സൈനസൈറ്റിസിന്റെ രോഗലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ്. പൂർണ്ണമായിട്ടും ക്രോണിക് സൈനസൈറ്റിസ് കാരണമുള്ള തലവേദനയാണെങ്കിൽ ലൈറ്റിനോടുള്ള സെൻസിറ്റിവിറ്റിയും അതേപോലെ തന്നെ നോസിയ വൊമിറ്റിംഗും ഓക്കാനമോ ഛർദിയോ മറ്റു ലക്ഷണങ്ങളോ ഒന്നും സൈനസൈറ്റിസ് തലവേദനയിൽ ഉണ്ടാവാറില്ല എന്ന് മനസ്സിലാക്കണം. ഇത്തരത്തിൽ നിങ്ങളുടെ തലവേദനയുടെ ഓരോ ലക്ഷണങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് എന്ത് രോഗനിർണയമാണ് നടത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ തലവേദന പൂർണ്ണമായിട്ടും മാറുകയുള്ളൂ. ഈ ലക്ഷണങ്ങളുള്ള പല ആളുകളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രോണിക് സൈനസൈറ്റിസിനൊപ്പം തന്നെ മൈഗ്രെയിന്റെ എപ്പിസോഡുകളും ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞ ക്രോണിക് സൈനസൈറ്റിസിന്റെ ഏതൊക്കെ ലക്ഷണങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യും.